ഹായ് ഫ്രണ്ട്സ്, തിങ്കൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ അരീക്കപ്പം അല്ലെങ്കിൽ റെഡ് ഫാം നടുന്ന രീതിയെക്കുറിച്ചാണ്. ചിലരൊക്കെ പറയാറുണ്ട് റെഡ് ഫാം ഞാൻ നട്ടു അതെല്ലാം ചീഞ്ഞു പോയെന്ന്. അതിന് ചെയ്യാതിരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്, നമുക്ക് ഇഷ്ടം പോലെ തൈകളും റെഡ് ഫാമിൽ നിന്നുണ്ടാകും. ആ രീതിയിൽ ഞാൻ പോട്ട് ചെയ്യുന്ന രീതിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതുപോലെ ഇത് കണ്ടില്ലേ, ഒരു റെഡ് ഫാം ഞാൻ നട്ടതാണ്. നിറയെ തൈകൾ വന്ന് നിൽക്കുന്നുണ്ടോ. ഈ പോട്ടിനി അങ്ങ് നിറഞ്ഞ് ശരിക്കും അങ്ങ് തൈകളാകും. അതുപോലെ ഞാനൊരു പോട്ടിൽ നിന്നും എടുത്ത റെഡ് ഫാമിൻ്റെ തൈകളാണിത്. അതിൻ്റെ കുറേ വേരുകളുണ്ടായിരുന്നു. കുറച്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടെടുത്ത ഈ ഒരു റെഡ് ഫാമിൻ്റെ തൈയാണിത്. ഇതിൻ്റെ വെട്ടിയ ഞാനിതിൽ ഈ പോട്ടിലിട്ട് മണ്ണിട്ടുണ്ട്. ഇതേപോലെ നമുക്കിടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ പോട്ടിലേക്ക് കുറച്ച് മണ്ണിട്ടതിന് ശേഷം ഇതിങ്ങനെ ഫില്ല് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനൊന്നുകൂടി കാണിക്കാം. അതിനായിട്ട് ഞാൻ കോക്കോപ്പിറ്റിട്ട് മണ്ണിങ്ങനെ മിക്സ് ചെയ്തിട്ടതാണ്. ഇതിനകത്ത് ഇച്ചിരി സ്യൂഡോമോണാസോ അത് കുമ്മായപ്പൊടിയോ ഇട്ട് നമുക്ക് മിക്സ് ചെയ്തിങ്ങനെ ഇടാവുന്നതാണ്. കാരണം വിരശല്യമൊന്നും ഉണ്ടാകത്തില്ല. ഈ പോട്ട് ഒന്നുകൂടി കാണിക്കുകയാണ്. ഈ പോട്ടിലേക്ക് നമുക്ക് ഉണങ്ങിയ കരിയിലയോ അതുപോലെ തന്നെ ഇത് വെട്ടിയ വേര്, ഞാനിപ്പോൾ തൽക്കാലം ഇതിൻ്റെ വേര് വെട്ടിയത് കിടക്കുന്നതുകൊണ്ട് ഇതിനെ ഉള്ളിലേക്ക് അങ്ങ് ആഡ് ചെയ്യുകയാണ്. ഇട്ടതിന് ശേഷം ഇതിൽ നിന്നും വെട്ടിയതാണ്, ഈ റെഡ് ഫാമിൻ്റെ തൈയിൽ നിന്നും. ഇനി നമുക്ക് ഈ പോട്ടിംഗ് മിശ്രിതം ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. കുറച്ച് കോക്കോ പിറ്റ് കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. കുറച്ചൊന്ന് പകുതി ഭാഗം അല്ലെങ്കിൽ കാൽ ഭാഗമായാലും മതി. നമുക്കതൊന്ന് മണ്ണിട്ട് ഫില്ല് ചെയ്യാം. കുറച്ചിങ്ങനെ വാരി ഇട്ടതിന് ശേഷം നമുക്ക് ഈ റെഡ് ഫാമിൻ്റെ തൈ ഇതിലേക്ക് വെക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് കുറച്ചുകൂടി ഇടുക. എന്നിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് ഈ റെഡ് ഫാമിൻ്റെ തൈ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് ഈ പൊട്ടി മിശ്രിതം ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇങ്ങനെ ഇട്ട് നല്ലതുപോലെ നമ്മുടെ വിരലുകൾ കൊണ്ട് വിരലുകളോ ഒരു കമ്പെടുത്താലും മതി. നല്ലതുപോലെ കുത്തി ഈ വേരിനിടയ്ക്കോട്ടെല്ലാം മണ്ണ് നല്ലതുപോലെ പോകണം. എങ്കിൽ മണ്ണ് നല്ലതുപോലെ ഈ വിടവില്ലാത്ത രീതിയിൽ മണ്ണിട്ട് നികത്തി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് മണ്ണെല്ലാ ഭാഗത്തേക്കും പോകത്തക്ക രീതിയിൽ റൂട്ട് നല്ല ബലത്തെ ആടാതിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ പൊട്ടി മിശ്രിതം ഇട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. റൂട്ട് അനങ്ങരുത്. കാരണം മണ്ണിൽ നല്ലതുപോലെ ഇരിക്കണം. ഒരു ചെറിയ കമ്പ് കൊടുത്ത് കെട്ടിക്കൊടുക്കുന്നത് നല്ലതാണ്. വലിയ ഈ റെഡ് ഫാമിൻ്റെ തൈയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ചെറിയ കമ്പ് കുഴിച്ചിട്ടിട്ട് അത് കെട്ടിക്കൊടുക്കാം. ഞാൻ നല്ലതുപോലെ മണ്ണിട്ട് പ്രസ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതെ ഇരിക്കണം. എന്നാലേ ഇതിൻ്റെ റൂട്ടൊക്കെ നല്ലതുപോലെ ഇടത്തുള്ളൂ. കണ്ട് ഇതുണ്ട്, ഇതിൻ്റെ മൂടിൻ്റെ ഭാഗത്തേക്ക് മണ്ണ് വീഴാനേ പാടില്ല. ഇതുപോലെ റൂട്ട് ഭാഗത്ത് മാത്രം നമ്മൾ മണ്ണിട്ട് കൊടുക്കുക. എപ്പോഴും നമ്മൾ ഇതിൻ്റെ ഈ റെഡ് ഫാമിൻ്റെ തൈ നടുമ്പോൾ ഇങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ. മൂടിൻ്റെ ഭാഗത്തേക്ക് മണ്ണ് വീഴാനേ പാടില്ല. നമ്മൾ ആ റൂട്ടിൽ മാത്രം മണ്ണിട്ട് മൂടിക്കൊടുക്കുക. അതുകൊണ്ട് അതുപോലെ മൂടിയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്നും ശരിക്ക് പൊട്ടിക്കിളിച്ച് തൈകൾ ശരിക്കും നിറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നാലേ കുറേ തൈകൾ വന്ന് ഈ റെഡ് ഫാം നമുക്ക് തൈകൾ അന്നേരം വീണ്ടും ഇതിൽ നിന്നും മാറ്റി വേറെ പോട്ടിൽ നടാവുന്നതാണ്. അതേ രീതിയിൽ നട്ടാൽ മാത്രമേ ഈ മൂട്ടിൽ നിന്നും ഈ ഭാഗത്ത് നിന്നും ശരിക്ക് റൂട്ടുകൾ ഉണ്ടാവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മണ്ണ് നമ്മൾ റൂട്ടുള്ള ഭാഗത്ത് മാത്രം ഇടുന്നത്. ഞാനത് നിങ്ങളെ കാണിക്കാം. കുറേ റൂട്ടായി തൈകൾ ഇങ്ങനെ ശരിക്ക് വരും. അതുപോലെ വന്നത് ഞാൻ മാറ്റിയിട്ട തൈകളാണ്. വേറെയും കുറേ ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും അടർത്തിയെടുത്തതാണ്. ഇതിന് വേറെ പോട്ടിലേക്ക് നമ്മൾ ഇതുപോലെ നടും. അതും ഇതുപോലെ കുറേ തൈകളായി നമുക്ക് കിട്ടും. ഇങ്ങനെ പെട്ടെന്ന് റെഡ് ഫാമിൻ്റെ തൈകൾ ഒരുപാട് നമ്മുടെ വീട്ടിൽ ആക്കാവുന്നതാണ്. ഞാൻ അതുപോലെ ഇത് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടില്ലേ. ഇതുപോലെ ചെയ്തെങ്കിൽ മാത്രമേ ഇതുപോലെ കുഞ്ഞു തൈകൾ കിടക്കുന്നുണ്ടോ, ഈ തൈകൾ ഇതുപോലെ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. പെട്ടെന്ന് തന്നെ റൂട്ടായി കിട്ടും. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് പേര് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മാസം കഴിയുമ്പോൾ സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ മുള പൊട്ടി വരുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടൊക്കെ നിറയെ തൈകളും നമുക്ക് കിട്ടും. ഇത് ഇനി വേറൊരു സംഭവം കൂടിയുണ്ട്. നമ്മളിത് ചെയ്യുന്നതായ സമയത്ത് വിരയോ അണുബാധയോ ഒന്നും ഈ മണ്ണിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വന്നാൽ തന്നെയും നമുക്കിങ്ങനെ ഇതുണ്ട് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ പോട്ടിൽ. റെഡ് ഫാമിൻ്റെ തൈകൾ നിറഞ്ഞ് ഇങ്ങനെ നട്ടതിൻ്റെ പേരിലാണ് ഇങ്ങനെ തൈകൾ ഒരുപാട് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയത് കൊണ്ടാണ് എനിക്കിതിനെക്കുറിച്ച് ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്നത്. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്കും അതുപോലെ ഈ റെഡ് ഫാമിൻ്റെ തൈകൾ ഇതുപോലെ കുറേ ആക്കാവുന്നതാണ്. വാട്സപ്പിൽ കുറേ പേർ ചോദിച്ചു ഇത് നടുന്ന രീതിയെക്കുറിച്ച്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇട്ടത്.
അതുപോലെ ഈ ഓടിൻ്റെ ചട്ടി കണ്ടില്ലേ, ഓട് പകുതി കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഉണ്ടാക്കിയ ചട്ടിയാണിത്. ഞാൻ തന്നെയാണ് ഈ ചട്ടി ഉണ്ടാക്കിയത്. ഇതേലെ കുറേ ചട്ടികൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ ഓട് പകുതി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സിമെൻറ്റ് ചെയ്ത് പെട്ടെന്ന് ഓടിൻ്റെ ചട്ടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ബലമുള്ള ചട്ടിയാണ്. നമുക്ക് പ്ലാന്റൊക്കെ പോട്ട് ചെയ്ത് ഇതിനകത്ത് ഈ പോട്ടിനകത്ത് നിറച്ച് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. കീറി പൊട്ടിയൊന്നും പോകത്തൊന്നുമില്ല. ഞാൻ കുറേ ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളെല്ലാം ഇങ്ങനെയുള്ളതിനകത്താണ് വെക്കുന്നത്. നല്ല ചട്ടിയാണിത്. ഞാനിനി നല്ലൊരു സെയിൽ വീഡിയോസ് അടുത്ത ദിവസം ഇടുന്നുണ്ട്, നാളെ തന്നെ ഇടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളെല്ലാവരും ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.